ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കള്ളനെ അച്ഛൻ ശരിക്കും കണ്ടായിരുന്നു. ഒരു രൂപ ഓടി മറയുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടത്. ഏതായാലും ഈ പരിസരത്തൊരു കള്ളന്മാരും വരാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ആരും അതുമായിട്ട ഫോണില് അത് അത് അതാ ബാങ്ക് മാനേജറാ. വരാന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. അതെ, മാധവേട്ടനെ ഒരാള് വിളിച്ചിരുന്നേ. ഒരാളോ? ആ, അതാര്? നമ്മുടെ ഊർമിള. അവള് തന്ന പണം നമ്മള് വീട് പണിക്കൊക്കെ ഉപയോഗിച്ചോന്ന് അറിയാൻ വേണ്ടിട്ടായിരിക്കും വിളിച്ചത്. നമ്മളത് സേഫായി ബാങ്കിലിട്ട വിവരം അവൾക്കറിയില്ലല്ലോ. ഉടനെ വീട് പണി തുടങ്ങണം മാധവേട്ട. അതെ, മാധവേട്ടന് എന്താ ഒരു വയ്യായ്മ പോലെ? ഒന്നുമില്ല. നീ കുറച്ച് വെള്ളം എടുക്ക. ശരി മാധവേട്ട. ഈശ്വര, പ്രശ്നങ്ങൾക്കുമേ പ്രശ്നങ്ങൾ ഓരോന്നായി വരികയാണല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാന്ന് വെച്ചാ എല്ലാവരും അറിയും, പത്രത്തിലും ചാനലിലും എല്ലാം വരും. ഒടുവിൽ നാട്ടുകാരും വീട്ടുകാരും അറിയും. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ട് വിളിച്ചാ കിട്ടില്ലേടാ. ആരായിരിക്കും അവൻ? ഇന്നലെ ഞങ്ങളുടെ മുറിയിലെ ഒരു കള്ളൻ കയറി. അച്ഛൻ ഉണർന്നപ്പോഴത്തേക്കും കള്ളനങ്ങ് ഓടിപ്പോയി. കള്ളനെ അച്ഛൻ ശരിക്കും കണ്ടായിരുന്നു. ഒരു രൂപ ഓടി മറയുന്നത് ഞാൻ വ്യക്തമായിട്ട് കണ്ടത്. ഏതായാലും ഈ പരിസരത്തൊരു കള്ളന്മാരും വരാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ഞാനങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും പാടില്ല. മുരുക, പള്ളിയാണ്ടവാ, എന്നെ കൈവിടില്ലേ. ഇറങ്ങുന്ന നരേന്ദ്ര.
എന്താ താമസിച്ചത്? എനിക്കറിയാം ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവുമെന്ന്. ഒരു നിമിഷം തെറ്റിയാലും ആനന്ദവല്ലി അമ്മയ്ക്ക് അതൊരു വലിയ പ്രശ്നമാണെന്നറിയാം. വരുന്ന വഴിക്ക് കാറിലിരുന്ന് പറഞ്ഞതെല്ലാം ആനന്ദവല്യമ്മയുടെ പഞ്ച്വാലിറ്റിയുടെ കഥകളാണ്. പഞ്ച്വാലിറ്റി എനിക്ക് പണ്ടേ പ്രധാന. എന്ത് നമുക്ക് തിരിച്ചെടുക്കാം, പക്ഷെ സമയം അത് നഷ്ടപ്പെട്ടത് തന്നെയാ. സോറി ആനന്ദവല്ലി അമ്മേ, റോഡ് പണി നടക്കുന്നതുകൊണ്ട് പലയിടത്തും ബ്ലോക്കാ. അതാ വൈകിയത്. ഉറുമ്പ് നിരയെ പോകുന്നത് പോലെയാ വണ്ടികൾ കിടക്കുന്നത്. ഒരു മീറ്ററൊക്കെ ഒന്ന് അനങ്ങാനേ അരമണിക്കൂർ എടുത്തു ചില സ്ഥലങ്ങളില്. അല്ല, ഇവരൊക്കെ ഇതറിയാലോ? ആ അറിയാം, നരേന്ദ്രൻ. മെലിഞ്ഞുണങ്ങിയിരുന്ന ചെറുക്കനാ, ഇപ്പോഴൊക്കെ വലിയ ആളായി. UK-യിലായിരുന്നു, കഴിഞ്ഞ ആഴ്ചയാ വന്നത്. ഓ, ഇതെന്റെ ആങ്ങള ജയപാലൻ. എനിക്കറിയാം. ഇത് നാത്തൂൻ രാധമ്മ, പഞ്ചായത്ത് സെക്രട്ടറിയാ. രാധമേ, ഇത് വണ്ടിയിലിരുന്ന് ജാതകവും ഭൂമിശാസ്ത്രവും ഒക്കെ പറഞ്ഞു കേൾപ്പിച്ചല്ലോ. ഇപ്പൊ ഒരു ജീവചരിത്രം വായിച്ചതുപോലുണ്ട്. കഥകൾ കേട്ടപ്പോ തന്നെ ആളോടൊരു ആരാധന തോന്നി. രാഷ്ട്രീയ ഭീഷ്മാചാര്യനായ കരുണാകരക്കുറുപ്പിനെ വരെ വരച്ച വരെ നിർത്താൻ ശേഷിയുള്ള ആനന്ദവല്യമ്മ. കൊള്ളാം ഭാനുമതി. അപ്പൊ നീ എന്നെ കുറിച്ച് നന്നായിട്ട് ആക്ഷേപങ്ങൾ പറഞ്ഞു എന്നർത്ഥം. ആ കേറി വാ. ആ ഇരിക്കേ. കരുണാകര, സുമേ,